അൻസിബ ഹസനെ ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ പുള്ളി കട്ടിലിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന നാടകീയമായ സംഭവങ്ങൾ നാം എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീതിക്കും സുതാര്യതയ്ക്കും വേണ്ടി ശബ്ദമുയർത്തിയ അൻസിബ ഹസൻ എന്ന പെൺകുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടിയില്ലാതെയാണ് പഴയ ഭരണസമിതിക്ക് കൂട്ടമായി രാജിവെച്ച് ഒളിച്ചോടേണ്ടി വന്നത്. അവിടെ അൻസിബ ഉയർത്തിയ നിലപാടുകളായിരുന്നു ശരിയെന്ന് പൊതുസമൂഹവും കാലവും തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ തോൽവി സമ്മതിക്കുവാൻ മടിയുള്ള ചിലർ ഇപ്പോഴും വ്യക്തിഹത്യയുമായി രംഗത്തുണ്ട്. എന്നുവെച്ചാൽ അൻസിബ ഹസനെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ അല്ലെങ്കിൽ അനാശാസ്യ ആരോപണങ്ങളുമായിട്ട് ലക്ഷ്മിപ്രിയ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വിവരങ്ങളൊക്കെ അവർ പങ്കുവെക്കുന്നത്. ആ ചാനൽ ആ അഭിമുഖം പൂർണ്ണമായും സംപ്രേഷണം ചെയ്തിട്ടില്ല. ഇൻസ്റ്റഗ്രാം വഴി പുറത്തുവിട്ട 1-2 ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വാസ്തവത്തിൽ ഈ ഒരു ആരോപണം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് പല ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അൻസിബയ്ക്ക് ലക്ഷ്മിപ്രിയ മദ്യം വാങ്ങി നൽകിയെന്നും പാതിരാത്രിയിൽ അവരുടെ മുറിയിൽ ഒരു പുരുഷൻ വന്നു, താനത് നേരിട്ട് കണ്ടു, താൻ അവരെ ചോദ്യം ചെയ്തു, ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നത് വഴി ഒരു സ്ത്രീയെ മോശക്കാരിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ലക്ഷ്മിപ്രിയയുടെ ഈ പ്രസ്താവന, ഇതിന്റെ പിൻപിൽ വളരെ കൃത്യമായ അജണ്ടകളുണ്ട്. ശരിക്കും ഇതിന്റെ പിൻപിലെ നിയമപരവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ പരിശോധിക്കണം. അതിനു മുൻപായി ലക്ഷ്മിപ്രിയ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി നമുക്കൊന്ന് കേൾക്കാം. അൻസിബ ഹസനെ ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ പുള്ളി കട്ടിലിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. ഇവിടെ പ്രധാനമായും നമ്മൾ കേട്ടത് 2 ആരോപണങ്ങളാണ്. ഒന്ന്, അൻസിബ മദ്യപിച്ചു, അൻസിബയ്ക്ക് താനാണ് മദ്യം വാങ്ങി നൽകിയത്. അതുകൂടാതെ രാത്രി 3 മണി കഴിഞ്ഞപ്പോൾ അൻസിബ താമസിച്ച മുറിക്കുള്ളിലേക്ക് ഒരു പുരുഷൻ വന്ന് കയറി. അത് കണ്ടപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് സംശയം വന്നു. ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല. അതിനുശേഷം താൻ ആ റൂമിന്റെ വാതിക്കൽ ചെന്ന് മുട്ടി വിളിച്ചു. കുറേ സമയം പിന്നിട്ട ശേഷമാണ് അൻസിബ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ അവിടെ കണ്ട പുരുഷൻ അതാരാണ് എന്ന് താൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ബ്രദറാണ് എന്ന് അൻസിബ പറഞ്ഞു അത്രേ. അടുത്തത് ഒരു വെല്ലുവിളി കൂടിയാണ്. അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുവാൻ അൻസിബയ്ക്ക് പറ്റുമോ? നമ്മൾ ഈ 2 ആരോപണങ്ങളെയും കീറിമുറിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് കേവലം 2 നടിമാർ തമ്മിലുള്ള പ്രശ്നമായിട്ടല്ല കാണേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ വേരൂന്നി നിൽക്കുന്ന കപട സദാചാര ബോധത്തിന്റെ നേർചിത്രത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ആദ്യത്തെ ആരോപണത്തിൽ ലക്ഷ്മിപ്രിയ പറയുന്നു താൻ അൻസിബയ്ക്ക് മദ്യം വാങ്ങി നൽകിയെന്ന്. ഇവിടെയാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഒളിഞ്ഞിരിക്കുന്നത്. അൻസിബ മദ്യപാനിയാണ് എന്ന് പറഞ്ഞ് അവരെ മോശക്കാരിയാക്കുവാൻ ശ്രമിക്കുന്ന ലക്ഷ്മിപ്രിയ ഒരു കാര്യം ഓർക്കുന്നില്ല. മറ്റൊരാൾക്ക് മദ്യം വാങ്ങി നൽകണമെങ്കിൽ ഒന്നുകിൽ ലക്ഷ്മിപ്രിയയും മദ്യപിക്കുന്നയാളായിരിക്കണം, അല്ലെങ്കിൽ മദ്യം വാങ്ങുവാൻ യാതൊരു മടിയുമില്ലാത്തയാളായിരിക്കണം. അൻസിബ മദ്യപിച്ചു എന്നൊരു ചാനലിന്റെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ മദ്യപാനം എന്നുള്ളത് തെറ്റായ ഒരു സംസ്കാരമാണ് എന്നുള്ളൊരു ധ്വനി നിങ്ങളുടെ വാക്കിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഒരു സന്ദേശം പകരുവാൻ ശ്രമിക്കുന്ന നിങ്ങൾ തന്നെ പറയുന്നു ഞാനാണ് മദ്യം വാങ്ങിക്കൊടുത്തത് എന്ന്. ഇത് സ്വയം കുഴി തോണ്ടുന്ന വാദമല്ലേ ലക്ഷ്മിപ്രിയെ? അൻസിബയെ കുറ്റക്കാരിയാക്കുവാൻ വേണ്ടി താൻ തന്നെയാണ് മദ്യം വാങ്ങി നൽകിയത് എന്ന് പരസ്യമായി പറയുമ്പോൾ ലക്ഷ്മിപ്രിയ സ്വന്തം പക്വതയില്ലായ്മ തന്നെയല്ലേ വെളിപ്പെടുത്തുന്നത്? നിങ്ങൾ മദ്യപിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഇനി അതുമല്ല, മദ്യപിക്കാത്തയാളാണെങ്കിൽ പോലും മദ്യപാനം തെറ്റല്ല എന്നുള്ള ചിന്ത വളരെ വ്യക്തമായിട്ടുള്ളത് കൊണ്ടാണ് അൻസിബയ്ക്ക് നിങ്ങൾ മദ്യം വാങ്ങിക്കൊടുക്കാൻ തയ്യാറായത്. എന്നിട്ടിപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചാനലിന്റെ മുൻപിൽ വന്നിരുന്നുകൊണ്ട് വലിയ വായിൽ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെക്ക് വെക്കുകയാണ്. അത്രയ്ക്കുള്ള ബോധം മാത്രമേ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം മദ്യപാനം എന്നുള്ളത് നിയമപരമായി തെറ്റായ ഒരു കാര്യമല്ല. ഇവിടെ മദ്യം നിർമ്മിക്കുന്നതും വിൽക്കുന്നതും സർക്കാർ തന്നെയാണ്. പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും അവരുടെ ഇഷ്ടപ്രകാരം അത് ചൂസ് ചെയ്യാവുന്ന കാര്യവുമാണ്. അതിനെ ഒരു സ്ത്രീക്കെതിരെയുള്ള ആയുധമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ലക്ഷ്മിപ്രിയയുടെ ഉള്ളിലെ കപട സദാചാരവാദിയല്ലേ പുറത്തു വരുന്നത്? താൻ ചെയ്യുന്നത് തെറ്റല്ല, എന്നാൽ മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് മഹാപാപമാണ് എന്നുള്ള ചിന്താഗതിയാണ്. നിങ്ങളാണ് അവർക്ക് മദ്യം വാങ്ങിക്കൊടുത്തത്.
അത് നിങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നു. പക്ഷേ ആ വാക്കുകളിലെ അനൗചിത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുമില്ല. വകതിരിവ് അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരു ചാനലിന്റെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഇത് പറയില്ലായിരുന്നു. കേൾക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് വിരൽ ചൂണ്ടും എന്നുള്ളത് ചിന്തിക്കാൻ പോലുമുള്ള പക്വത നിങ്ങൾക്കില്ലാതെ പോയി. അല്ലെങ്കിൽ തന്നെ ലക്ഷ്മിപ്രിയയെക്കുറിച്ച് കുറെ കാലമായിട്ട് ആൾക്കാർ പറയുന്നത് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ പാടി നടക്കുന്നയാളാണെന്നാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിരിക്കുന്ന വിവാദത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഒരു പൊതുശല്യമായി പ്രഖ്യാപിക്കണമെന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം ആൾക്കാർ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ആരോപണത്തിലേക്ക് വരാം. രാത്രി 3 മണിക്ക് അൻസിബയുടെ മുറിയിലേക്ക് കയറിപ്പോയ പുരുഷനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നി. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഫോൺ എടുത്ത് അവരെ വിളിക്കുന്നു. അവരെടുക്കുന്നില്ല. തിരികെ വന്ന് നിങ്ങൾ അവരുടെ ഡോറിൽ മുട്ടി വിളിക്കുന്നു. ഇതാരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നു. കുറച്ച് സമയമെടുത്തതിന് ശേഷമാണ് അൻസിബ വന്ന് വാതിൽ തുറക്കുന്നതെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അതുമാത്രവുമല്ല, ഇടയ്ക്കൊരു സാധനം കൂടി വരുന്നുണ്ട്, ഇപ്പോൾ പിറന്നു വീണ കുഞ്ഞിന്റെ നിഷ്കളങ്ക ഭാവത്തോടെ എന്ന്. ഇത് പറയുമ്പോൾ ആൾക്കാർ വേറെ പലതും തെറ്റിദ്ധരിക്കും കേട്ടോ. അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണല്ലോ ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുന്നത്. അവഹേളിക്കുക, ആക്ഷേപിക്കുക, ഇത് തന്നെയാണ് പ്രധാന അജണ്ട. കുറേ നേരം താൻ വാതിക്കൽ മുട്ടി, പല ആവർത്തി വിളിച്ചു, എന്നിട്ടും എടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞാണ് വാതിൽ തുറന്നത്. ഇത് പറയുമ്പോൾ ആ റൂമിനുള്ളിൽ കുൽസിതം നടന്നു എന്ന് സ്ഥാപിക്കാനല്ലേ ശ്രമിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ലക്ഷ്മിപ്രിയയെ ശക്തമായി ചോദ്യം ചെയ്യേണ്ടത്. പാതിരാത്രി 3 മണി കഴിഞ്ഞ സമയത്ത് അൻസിബയുടെ മുറിയിൽ വന്നത് ആരാണ് എന്ന് എത്തി നോക്കുവാൻ വേണ്ടി ആ മുറിയുടെ വാതിക്കലേക്ക് പോയി മുട്ടി വിളിക്കുക, ഒടുവിൽ വിളിച്ചവരെ പുറത്തിറക്കുക എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് ആരാണ് ഇതിനൊക്കെയുള്ള അധികാരം നൽകിയത്? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മേൽ ഒളിഞ്ഞു നോക്കുവാനും അവരുടെ മുറിയിൽ ആര് വന്നു എന്ന് നിരീക്ഷിക്കുവാനും എന്ത് ധാർമ്മിക അവകാശമാണ് ലക്ഷ്മിപ്രിയയ്ക്കുള്ളത്? നിങ്ങളെന്താ ആ ഹോട്ടലിലെ സെക്യൂരിറ്റി ആണോ, അതോ അൻസിബയുടെ രക്ഷിതാവാണോ? ഇതിനെയാണ് സദാചാര പോലീസിംഗ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ കിടപ്പുമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുവാൻ ശ്രമിക്കുകയും അതിനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിറ്റ് കാശാക്കാൻ നോക്കുകയും ചെയ്യുന്നത് എത്രയോ അറപ്പുളവാക്കുന്നതും അപലപനീയവുമായിട്ടുള്ള കാര്യമാണ്. പച്ചപ്പാതിരാത്രിക്ക് ഒരു ഉളുപ്പുമില്ലാതെ ഒരു പെൺകുട്ടിയുടെ മുറിയുടെ വാതിക്കൽ പോയി തെമ്മാടിത്തരം കാണിച്ചതും പോരാ, എന്തോ ഒരു വലിയ സംഭവമാണ് താൻ ചെയ്തത് എന്ന രീതിയിൽ ക്യാമറയുടെ മുമ്പിൽ വന്ന് അത് കൊട്ടിഘോഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവാരം എത്ര അധപ്പതിച്ചിരിക്കുകയാണ് എന്നാണ് സമൂഹം തിരിച്ചറിയുന്നത്. ആ മുറിക്കുള്ളിൽ എന്താണ് നടന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്നു അവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടു എന്ന്. പക്ഷേ നിങ്ങൾ അതിനെ അനാശാസ്യമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. നിങ്ങളൊരു വ്യക്തിയുടെ മേൽ യാതൊരു തെളിവുകളുമില്ലാതെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് താമസിക്കാം എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. ആ നിയമവ്യവസ്ഥയാണ് നിങ്ങളിപ്പോൾ വെല്ലുവിളിക്കുന്നത്. അൻസിബ ആരുടെയെങ്കിലും കൂടെ പോകട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ മുറിയിൽ വരട്ടെ, അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. നാണമുള്ളവരാരെങ്കിലും കാണിക്കുന്ന പണിയാണോ നിങ്ങൾ കാണിച്ചത്? എന്നിട്ടിപ്പോൾ സമൂഹത്തിന്റെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് വലിയ സംഭവമാണെന്ന രീതിയിൽ സംസാരിക്കുകയാണ്. പൊതുവെ സിനിമാ മേഖലയെക്കുറിച്ച് കാലങ്ങളായി പറഞ്ഞു വരുന്നൊരു ആരോപണമുണ്ട്. ഒരു സ്ത്രീക്ക് സിനിമയിൽ മുഖം കാണിക്കണമെങ്കിൽ അതിനു മുമ്പ് ഫിലിം പ്രൊഡ്യൂസറുമായും ഡയറക്ടറുമായും ഒക്കെ കാര്യമായിട്ട് സഹകരിക്കണം. അവരുടെ മുമ്പിൽ തുണി അഴിക്കാതെ ഒരിക്കലും സിനിമയ്ക്കകത്തേക്ക് സ്ത്രീകൾക്ക് എത്താൻ കഴിയില്ല എന്ന് ഇതൊരു ആരോപണമാണ്. ഈ പറയുന്ന ആരോപണത്തിന് ലക്ഷ്മിപ്രിയയുടെ മറുപടി എന്താണ്? നിങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള വാക്കുകളാണ് പൊതുസമൂഹം സംസാരിക്കുന്നത്. ഇതൊന്നും ആരും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും പറയുന്നതായിരിക്കില്ല, പൊതുവായി അങ്ങ് പറഞ്ഞു വെക്കുന്നതാണ് എന്ന് കരുതാം. പക്ഷേ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് സമൂഹം വിശ്വസിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ചോദ്യത്തിന് വ്യക്തിപരമായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഊഹിക്കുവാൻ കഴിയും. എൻ്റെ കാര്യം എനിക്കറിയാം, ഞാൻ അത്തരത്തിലുള്ള ആളല്ല, മറ്റുള്ളവരെ കുറിച്ച് എനിക്കറിയില്ല എന്നായിരിക്കും. പക്ഷേ അതൊരു ഗുരുതരമായ ആരോപണം തന്നെയാണ്. ഒരു വ്യക്തിയെക്കുറിച്ചല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കാടടച്ചു വെടിവെക്കുന്നത് പോലൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയ്ക്കുള്ളിൽ നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളൊരു വ്യക്തിയെ മോശക്കാരിയാക്കി തീർക്കുവാൻ വേണ്ടി വളരെ കൃത്യമായ അജണ്ടകളോടുകൂടി മുൻപോട്ടിറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാതെയാക്കുവാൻ ഒരു പാഴ് ശ്രമം നടത്തുകയാണ്. എന്തായാലും സമ്മതിച്ചേ പറ്റൂ, ചില്ലറ ഉളുപ്പൊന്നുമല്ല ഇതിനു വേണ്ടത്. ലക്ഷ്മിപ്രിയ ചോദിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് അൻസിബയ്ക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നാണ്. എന്തൊരു വിവരക്കേടാണ് ഈ ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? ഇതേക്കുറിച്ചുള്ള നിയമത്തിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആരോപണം ഉന്നയിക്കുന്നവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, അല്ലാതെ ആരോപണം നേരിടുന്നവരല്ല. വെറുതെ ചെളി വാരി എറിഞ്ഞിട്ട് അത് തെറ്റാണെന്ന് നീ തെളിയിക്ക് എന്ന് പറയുമ്പോൾ എവിടുത്തെ ന്യായമാണ് ലക്ഷ്മിപ്രിയ ഇതൊക്കെ? നമ്മൾ ജീവിക്കുന്നത് മധ്യകാലഘട്ടത്തിലല്ല, 2026 ശക്തമായ ഭരണഘടനയുള്ള ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഇന്ത്യൻ നിയമം വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവുമാണത്. പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും അവരുടെ പൂർണ്ണ സമ്മതത്തോടെ ഒരുമിച്ച് ജീവിക്കുവാനോ സംസാരിക്കുവാനോ എല്ലാ നിയമവും അവർക്ക് ഭരണഘടന നൽകുന്നുണ്ട്.
അതിലേക്ക് വിരൽ ചൂണ്ടുവാൻ ഒരു മൂന്നാം കക്ഷിക്ക് അവകാശമില്ല. അൻസിബയുടെ മുറിയിൽ വന്നത് സഹോദരനാണോ സുഹൃത്താണോ എന്നത് അൻസിബയുടെ മാത്രം കാര്യമാണ്. ലക്ഷ്മിപ്രിയ പിന്നെയും പറയുന്നുണ്ട് അത് ബ്രദറാണ് എന്ന് അവർ പറഞ്ഞുവെന്ന്. ഇനി ബ്രദറല്ല ആരായാലും പാതിരാത്രിയിൽ തന്റെ മുറിയിൽ ആരെ പ്രവേശിപ്പിക്കണം എന്നുള്ളത് അൻസിബയുടെ മാത്രം തീരുമാനമാണ്. അങ്ങനെയുള്ളപ്പോൾ ലക്ഷ്മിപ്രിയ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുകളിലല്ലേ തന്റെ സദാചാര കോടതിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്? സ്വകാര്യത ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി ഐകകണ്ഠന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവിക്കുവാനുള്ള അവകാശം എന്നുള്ളത് ശ്വാസം വലിക്കുവാനുള്ള അവകാശം മാത്രമല്ല, അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശം കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഭരണഘടനാ നിയമ പണ്ഡിതന്മാർ പോലും വിശേഷിപ്പിക്കുന്ന അടിസ്ഥാന അവകാശങ്ങളിലൊന്നാണ് ഈ ആർട്ടിക്കിൾ 21. അതാണ് നിങ്ങളിപ്പോൾ ലംഘിച്ചിരിക്കുന്നത്. ആ നിയമത്തെയാണ് നിങ്ങൾ ഒരു ഒളുപ്പുമില്ലാതെ വെല്ലുവിളിക്കുന്നത്. എന്നിട്ട് വന്ന് വലിയ വീരകൃത്യം ചെയ്തതുപോലെ ചാനലിന്റെ മുമ്പിൽ പരസ്യമായി അവതരിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഒരു സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് അവരുടെ അറിവും അനുമതിയും കൂടാതെ ഒളിഞ്ഞു നോക്കി എന്നുള്ളതാണ്. മാത്രവുമല്ല, അപ്പോൾ തന്നെ അത് സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോക്കൽ പോലെയുള്ള കുറ്റങ്ങൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ക്രിമിനൽ നിയമത്തിലെ പ്രത്യേക വകുപ്പുകൾ പോലും ബാധകമാക്കാം എന്നാണ് ഭരണഘടന പറയുന്നത്. പണി ഇരന്നു വാങ്ങുന്ന പരിപാടിയാണ് ലക്ഷ്മിപ്രിയ ഇവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. അപകീർത്തിപ്പെടുത്തൽ അല്ലെങ്കിൽ ഡിഫമേഷൻ. അൻസിബ ഹസൻ ആ രാത്രിയിൽ അവിഹിത ബന്ധമാണ് അവിടെ നടത്തിയത് എന്ന് പരസ്യമായി ആരോപിക്കുമ്പോൾ അതവരുടെ മാന്യതയെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അപകീർത്തിയുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് അവലംബിക്കുവാൻ കഴിയും. അങ്ങനെ വന്നാൽ കോടതി കയറി ലക്ഷ്മിപ്രിയയുടെ ഊപ്പാടിളകും എന്ന് സാരം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ലക്ഷ്മിപ്രിയയെ പോലുള്ള ഒരു നടി മറ്റൊരു നടിക്കെതിരെ ഇത്രയും തരം താഴ്ന്ന ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്? ഇതിന്റെ പിൻപിലെ സൈക്കോളജി കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ പ്രൊജക്ഷൻ ആൻഡ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് വിളിക്കാം. അൻസിബ എന്ന പെൺകുട്ടി അമ്മ സംഘടനയിലെ വൻമരങ്ങളെയാണ് ചോദ്യം ചെയ്തത്. അവരെ രാജിവെപ്പിച്ചപ്പോൾ പൊതുസമൂഹത്തിൽ അൻസിബയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. അവർ ശരിയുടെ പക്ഷത്താണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഈ ഒരു ജനപ്രീതിയും അംഗീകാരവും കണ്ടുണ്ടാകുന്ന അസൂയയും അപകർഷബോധവുമാണ് ലക്ഷ്മിപ്രിയയുടെ ഈ ആരോപണങ്ങളുടെ പിൻപിൽ നിഴലിച്ചു നിൽക്കുന്ന കാര്യം. തനിക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത് നേടിയ ഒരാളെ അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുകയും ആ വാദങ്ങൾക്ക് പരിരക്ഷ ലഭിക്കുകയും ചെയ്തപ്പോൾ താൻ ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്ന കമ്മിറ്റിയെ താഴെയിറക്കുവാൻ വഴിവെട്ടിയ വ്യക്തിയെ മോശക്കാരി എന്ന് ചിത്രീകരിക്കുവാനുള്ള എളുപ്പ വഴി ഇതല്ലാതെ മറ്റെന്തുണ്ട്? പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയെ തളർത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്താണ്? ഏറ്റവും എളുപ്പ വഴി എന്താണ്? അവൾക്ക് അവിഹിത ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു പരത്തുക, അവൾ മദ്യപാനിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഈ പഴയ പുരുഷാധിപത്യ സദാചാര തന്ത്രമാണ് ലക്ഷ്മിപ്രിയ എന്ന സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനുള്ള ശ്രമമാണ്. പൊതു ചർച്ചകളിൽ നിന്നും പിന്തള്ളപ്പെടുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുവാനുള്ള ചിലരുടെ മനഃശാസ്ത്രപരമായ പ്രവണത അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു കാര്യം മാത്രമാണ്. അൻസിബ ഹസൻ ചോദ്യങ്ങൾ ചോദിച്ചത് സിനിമാ മേഖലയിലെ അനീതികൾക്കെതിരെയാണ്. സംഘടനയിലെ സുതാര്യതയ്ക്ക് വേണ്ടിയാണ് അവർ സംസാരിച്ചത്. അതിന് കൃത്യമായി മറുപടി നൽകുവാൻ കഴിയാത്തവരാണ് ഇപ്പോൾ കിടപ്പറ കഥകളും മദ്യപാന കഥകളുമായി രംഗത്ത് വരുന്നത്. ഇത് ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുവാനുള്ള വെറും തരംതാണ വിദ്യ മാത്രമാണ്. ലക്ഷ്മിപ്രിയയുടെ ഈ അഭിമുഖം അൻസിബയെ അല്ല മോശക്കാരിയാക്കിയിരിക്കുന്നത്, മറിച്ച് മറ്റൊരു സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കി അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നതിലൂടെ ലക്ഷ്മിപ്രിയയുടെ തരംതാണ ചിന്താഗതിയാണ് തുറന്നു കാട്ടപ്പെടുന്നത്. ഇത് അങ്ങേയറ്റം അറപ്പുളവാക്കുന്നതാണ്. ലോകം അൻസിബയ്ക്കൊപ്പമാണ്. കാരണം അവർ സംസാരിച്ചത് അവകാശങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കിടപ്പറയ്ക്ക് മുമ്പിൽ ബെല്ലടിക്കാൻ പോയതും അകത്ത് നിൽക്കുന്നവർ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് എന്നറിയുവാൻ എത്തി നോക്കാൻ പോയതുമായിട്ടുള്ള കഥകളല്ല. എന്തായാലും ലക്ഷ്മിപ്രിയ അടങ്ങുന്ന ഗ്രൂപ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ആരോപണങ്ങൾ ഒട്ടനവധിയാണ് നിങ്ങൾക്കെതിരെയുള്ളത്. ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുവാൻ ഇല്ലാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള നാറിയ കഥകളുമായി നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാം. പക്ഷേ ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ പൊതുസമൂഹം നിങ്ങളെ പുച്ഛിച്ചു തള്ളും. ഇനി ഒരു കാലത്തും മലയാളി സമൂഹം നിങ്ങൾക്ക് യാതൊരു അംഗീകാരവും നൽകില്ല, പ്രത്യേകിച്ച് ലക്ഷ്മിപ്രിയയ്ക്ക്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.